നമുക്ക് ലഞ്ചിന് പാകൂട്ടിന് കറി ഉണ്ടാക്കിയാലോ? പടവലങ്ങായും പരിപ്പും കൂട്ടിയൊരു കറി ഉണ്ടാക്കാം. അത് ഞാൻ വെറുതെ ഒരു ഗുമ്മിന് പറഞ്ഞ പാകൂട്ടിന് കറി ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മളിത് എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ട നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് എടുക്കണം. ഫസ്റ്റ് നമ്മൾ യൂട്യൂബിൽ എടുക്കണം. ഫസ്റ്റ് നമ്മൾ അടുക്കളയിലേക്ക് കയറണം. നമ്മുടെ അടുക്കള എന്തൊക്കെ സാധനമുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കുക്കറിലെ പരിപ്പ് വെക്കുന്നതൊന്നും ഭയങ്കര കുക്കു നോച്ചായിക്കൊണ്ടിരിക്കുക, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഫസ്റ്റ് നമ്മൾ അടുക്കളയ്ക്ക് എന്താ സാധനം ഉണ്ടെന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ കുറച്ച് പടവലങ്ങ ഇരിപ്പുണ്ട്, കുറച്ച് പരിപ്പ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഇതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് വേണം നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അത് നമ്മൾ യൂട്യൂബിൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള സാധനം കാണത്തിന് ഉണ്ടാക്കാൻ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന് വേണ്ട സാധനങ്ങൾ പരിപ്പ്, പടവലങ്ങ, ദാറ്റ് ഈസ് ദ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഈ തേങ്ങായും കുറച്ചുള്ളിയും 2-3 ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും ഇട്ട് ഒന്ന് കൃഷി എടുക്കാം. അത് പിന്നെ അത് ഞാൻ പടവലങ്ങ ഇതേപോലെ സൈസ് ഒന്നുമില്ല, എനിക്ക് ഒരു ഇതിലൊരു ഒരു പറ്റുന്ന വേറെ രീതിയിൽ ഒരെണ്ണം ഉണ്ടാക്കാം. അരിയുക, സവോളയും കുറച്ച് പച്ചമുളകും ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ അടുപ്പിൽ വെക്കണം. എല്ലാം ഒരുമിച്ചിലിടണം. ഫസ്റ്റ് നമുക്ക് പടവലങ്ങായും ആ ചേച്ചിട്ട് പിന്നെയും വിസിൽ കൂറിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വയ്യ, ഡിസ്റ്റർബൻസ് ഓഫ് എൻ്റെ ഒരു ഇൻഫ്ലുവൻസർ ആയതിനെ സമ്മതിക്കത്തില്ല എന്ന് തോന്നുന്നത് നിങ്ങൾ. പടവലങ്ങയും നമ്മുടെ സവോളയും ഈ പച്ചമുളകും കൂടെ കടുക് കളച്ചിട്ട് നമ്മളൊന്ന് വേവാൻ വെക്കണം. വെന്ത് കഴിച്ച ശേഷം കുറച്ച് വേവാകുമ്പോഴത്തേക്കും നമ്മൾ ഈ തേങ്ങ മിക്സ് ചെയ്യണം. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ പരിപ്പും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാകും. അപ്പം ഞാനിവിടെ നമുക്ക് ചെയ്യാം. ഓക്കെ, പടവലങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ടൊരു ലുക്കും തോന്നില്ല, എനിക്ക് തോന്നുന്നതിൻ്റെ പരിപ്പ് കുറച്ച് വെന്ത് പോയി, അതുകൊണ്ടാന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്തിരുന്നതിന് മുമ്പ് ഒന്നുകൂടെ ടേസ്റ്റ് നിങ്ങളെ കാണിക്കാണ്ട് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ടു, കാരണം എൻ്റെ കറി എനിക്ക് വേറെ ഇഷ്ടപ്പെടാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ചോറ്, തൈരും മീനച്ചാറും ഉണ്ട്. ഞാനൊരു പുളിശ്ശേരി ഉണ്ടാക്കാൻ വിചാരിച്ച, പക്ഷേ ഞാൻ അത് ഈ മഞ്ഞയാകുമ്പോൾ രസമില്ല. അപ്പോൾ ഒരു വെള്ള വെറൈറ്റി വെള്ളയും കൂടി ഇരിക്കട്ടെ നമുക്ക് കറികളിൽ. ചോറ് വെള്ളയാണ്, ചോറ് കറികൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി തൈരും ഇച്ചിരി മീനച്ചാറും ഇവിടെ ഇങ്ങനെ കുഴച്ച് അങ്ങനെ കഴിക്കാം.